ഇനിയിപ്പോൾ ഒരാളെ കാത്തു നിൽക്കുകയാണ്. ഒരു കലാകാരിയാണ്, തികഞ്ഞ കലാകാരി, നർത്തകിയാണ്, ഗായികയാണ്, അഭിനേത്രിയാണ്, അവതാരകയാണ്. അങ്ങനെ പറയാനാണെങ്കിൽ വിശേഷങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത ചില വിശേഷങ്ങൾ കൂടി നമുക്ക് ചോദിച്ചറിയണമല്ലോ. അപ്പോൾ ഓണക്കാലത്ത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു ചെറിയ യാത്ര, ആ യാത്രയ്ക്കൊടുവിൽ ചെറിയ സംസാരം വെക്കണം. അപ്പോൾ ഞാനുള്ള കാത്തു നിൽക്കുകയാണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ്. കാത്തു നിൽക്കുകയാണ് കൃഷ്ണപ്രഭ. ഈ വരുന്ന വണ്ടിയുടെ സ്പീഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഉഗ്രൻ. ഹായ്. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. കൃഷ്ണയുടെ കൂടെ യാത്ര ചെയ്യാം. ആക്ച്വലി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്ത് ലോങ് ഡ്രൈവ് പോണോ അതോ ചെറിയ ഏതെങ്കിലും ദൂരെ? നമുക്ക് ചെറിയ ഡ്രൈവ് പോയി ശീലമില്ല. 120 ഓടുമ്പോ അങ്ങനെയല്ല, നല്ല റോഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്പീഡിലൊക്കെ പോവായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നോക്കിയിട്ട് അങ്ങ് ചെയ്യാം. എന്തായാലും പോവാം. നമുക്ക് വർത്താനൊക്കെ പറഞ്ഞു കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ. ഇപ്പോഴത്തെ സിറ്റിയുടെ അവസ്ഥയിൽ നമ്മൾ തുടങ്ങുന്നത് സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി പേടിച്ചാണ് ഇവിടെ പിടിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ അപഖ്യാതികളൊക്കെ ആരൊക്കെയോ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യമേ തന്നെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് വേഗം കയറി ഇരുന്നത്. കൃഷ്ണപ്രഭ എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾക്ക് സിനിമയെ കൂടെ കണ്ട് തന്നെ അറിയാം, തർക്കമൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഓരോരുത്തർ അറിയുന്നത് ഒരു നർത്തകിയാണല്ലേ, കുറച്ച് നൃത്തം അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ. പിന്നെ ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒന്നുകൂടി എല്ലാവർക്കും മനസ്സിലായി. ഈ അടുത്ത കാലത്ത് ഗായിക. പക്ഷെ എല്ലാവരുടെയും ധാരണ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഡാൻസും പാട്ടും, അല്ല തിരിച്ചാ. പക്ഷെ ഞാൻ കൃഷ്ണനെ പരിചയപ്പെടുന്ന ഷീ ടാക്സി ഇറങ്ങി അന്ന് മുതൽ എനിക്കറിയാം കൃഷ്ണ ഒന്നാന്തരം ഡ്രൈവറാണ്. ഞാൻ ആദ്യമേ അറിയുന്ന അങ്ങനെ. അന്ന് കൂർഗിലൊക്കെ ഞങ്ങൾക്ക് ഷൂട്ടിലുമ്പോ ഞങ്ങൾ ഡ്രൈവ് ചെയ്താണ് പോയിരുന്നത്. ഇങ്ങനെ ചിരിച്ച് കളിച്ച് സന്തോഷം നടക്കുന്ന കാണുമ്പോഴത്തേക്കാണ് എനിക്ക് ആ ചോദ്യം ചോദിക്കാൻ തോന്നുന്നത്. ഇങ്ങനൊക്കെ നടന്നാൽ മതിയോ, വല്ലപ്പോഴും ഇച്ചിരി വിഷമമൊക്കെ അതിന്റെ ഒരു കല്യാണമൊക്കെ കഴിച്ച്. വിഷമം വേണ്ട തൽക്കാലം, അതിന്റെ ആവശ്യമില്ല. സന്തോഷം മാത്രം അറിഞ്ഞാ പോരല്ലോ. അല്ല നമുക്ക്, പക്ഷെ എന്തറിയോ, എന്നെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ അടിക്കാനായിട്ട് ഇപ്പൊ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പിന്നെ ഈ പ്രോഗ്രാം സ്റ്റേജ് ഷോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ടെൻഷൻ എന്നല്ല പറയുന്നത്. നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എത്ര സ്റ്റേജ് നമ്മൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാലും ആദ്യം പെർഫോം ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റേജ് പോലെയാണ് നമ്മൾ എല്ലാ സ്റ്റേജും. അത് ശരിയാട്ടോ. ഞാനിപ്പോ ഈ 20 ഇതെല്ലാം നമ്മൾ കോർഡിനേറ്റ് ചെയ്തൊക്കെ ചെയ്യുമ്പോ ഒക്കെ തന്നെ നമുക്ക് ചില സമയത്ത് നമ്മള് പിടിവിട്ട് പോകുമ്പോ എന്റെ ദൈവമേ എന്നായിരിക്കും. അപ്പൊ അത്തരം ടെൻഷൻസിന്റെ ഒപ്പം നമ്മൾ ആവശ്യമില്ലാത്ത ജീവിതത്തിൽ വേറെ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള, എനിക്ക് എന്നെ പറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റുള്ളവരുടെ കാര്യം അവരുടെ ഇഷ്ടമാണ്. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഒരു ഫുൾ ലൈഫ് എന്ന് പറയുന്നത് ഈ കല എന്ന് പറയുന്നതാണ്. ഡാൻസ്, പാട്ട്, അഭിനയം. സിനിമയിൽ ഇപ്പോൾ ചില ആൾക്കാർ പറയും, ഇപ്പം ചേച്ചി ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ലൈഫ് ജോസൂട്ടി അല്ല നമ്മുടെ ഷീ ടാക്സി ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കുറേ ക്യാരക്ടേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നതും ഒക്കെ. ഇപ്പം ശരിക്കും കുറവാണ്. ഇപ്പൊ കുറവായതിൽ ഒരു കാര്യം, ഒന്ന് സിനിമയിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് വളരെ കുറഞ്ഞു. പിന്നെ എന്തൊക്കെയോ കുറഞ്ഞതാണ് മെയിൻ കാര്യം. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു നമ്മളുടെ കയ്യിൽ നമുക്ക് വേറെയും ഒരു ഇതുണ്ടല്ലോ, ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിലും കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടിരിക്കാം, നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമുക്ക് സിനിമയിൽ ചെയ്യാം അങ്ങനെ. അപ്പൊ കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ലൈഫ് ഇപ്പൊ ഈ ഒരു കല എന്ന് പറയുന്ന ഡാൻസ്, പാട്ട്, അഭിനയം എന്നുള്ളത് തന്നെയായി. അതിലുള്ള ടെൻഷൻസ് എനിക്ക് നിറയെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എന്തോ ദൈവാധീനം കൊണ്ട് ആ ടെൻഷൻ എന്ന് പറയാൻ പറ്റില്ല, ആ സമയത്തെ ഒരു ഇത് നമുക്കപ്പോൾ ഇത്രയും ടെൻഷൻ ഉള്ളപ്പോൾ നമ്മൾ ഈ വെറുതെ ആവശ്യമില്ലാണ്ട് വീട്ടിൽ കല്യാണം കഴിച്ചിട്ട് ഇടിയുണ്ടായി ആ കാര്യം കൂടെ എടുത്ത് തല ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? ബൈ ദ ബൈ, ഈ റീൽസും ഷോർട്സും മലയാളികൾ ഒരുപാട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അതൊന്നും കാണുന്നില്ല. അല്ല ഉണ്ട്, അപൂർവമായിട്ടൊന്നല്ല, മുമ്പിട്ടോണ്ടിരുന്നത്. അതെന്താണെന്നറിയോ, കൊറോണയുടെ സമയത്ത് എല്ലാവരും വെറുതെ ഇരിക്കായിരുന്നു, ഞാനും വെറുതെ ഇരിക്കായിരുന്നു. എല്ലാ ദിവസവും ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പൊ ഞാൻ ആലോചിക്കാം എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യണ്ടായിരുന്നു. കാരണം ഇപ്പൊ എല്ലാവരും ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കും, എന്താ അയ്യോ റീൽസ് ഇപ്പൊ കാണാനില്ലല്ലോ, കുറവാണല്ലോ എന്നൊക്കെ. ഇപ്പൊ മാസത്തിൽ ഒരു 2 റീലൊക്കെ ഇടുന്നുള്ളൂ. കാരണം അതിനുള്ള സമയം ഉള്ളൂ. കാരണം ഒന്നാമത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു, ഇതിന്റെ കുറേ കാര്യങ്ങൾ. റീൽ എടുക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഒരു ഷൂട്ട് എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു സീരിയൽ ഷൂട്ടോ അല്ലെങ്കിൽ സിനിമ ഷൂട്ടോ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, അതുപോലുള്ള പ്രിപ്പറേഷൻ വേണം കേട്ടോ റീൽ എടുക്കാനാണെങ്കിലും. കാരണം നമ്മളൊരു ഡാൻസ് ആദ്യം പ്രാക്ടീസ് ചെയ്യണം, പിന്നെ അതിൻ്റെ ഡ്രസ്സ് നമുക്ക് സെറ്റ് ചെയ്യണം, ഇതിൻ്റെ ക്യാമറ ടീം അവരെല്ലാവരും സെറ്റ് ചെയ്യണം. അതിന് കുറച്ച് പണിയുണ്ട് ഇത്. അപ്പോൾ നമ്മൾ ഫുൾ ടോട്ടലി ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് ഈ സീരിയലിൻ്റെ ഷൂട്ടുണ്ട്,
ഇടയ്ക്ക് ഇപ്പോൾ സിനിമയുടെ ഷൂട്ട് വരും. ഇപ്പൊ തരുണിന്റെ പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പ്രോഗ്രാംസ്, നമ്മൾ കൂടുതൽ പ്രോഗ്രാംസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ അതിന്റെ തിരക്കുള്ള ഇതിന്റെ ഇടയിൽ പോയി റീൽ എടുക്കാനുള്ള നേരമില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് കുറയുന്നത്. മാസത്തിൽ ഒരു 2 എണ്ണമൊക്കെ വെച്ചിട്ടൊക്കെ ഇടത്തുള്ളൂ ഇപ്പൊ റീല്. കാരണം അപ്പം ഇപ്പോഴും ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ ആദ്യം അന്ന് എന്നും ഇടണ്ടായിരുന്നു എന്ന്. എന്നിങ്ങനെ എപ്പോഴും ആൾക്കാരിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. സജീവമായിട്ട് ഇത്രയും കാലം ഞങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ വാരി വലിച്ചുള്ള സിനിമകൾ ഇല്ലതാനും. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള സംഭവിച്ചു പോകുന്ന പ്ലാൻഡ് അല്ല. ചില ആൾക്കാര് ഇതുപോലെ ഇന്റർവ്യൂലൊക്കെ പോകുമ്പോ ഇങ്ങനെ സെലക്റ്റീവ് ആയിട്ട് ചെയ്യുന്നതാണോ? അല്ല, വിളിക്കുമ്പോ ചെയ്യും. പക്ഷെ നമുക്ക് സെലക്റ്റീവ് ആണെന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ, ഈ ആദ്യ കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഈ ഞാൻ നേരത്തെ പറഞ്ഞ പേരില്ലാത്ത കുറെ കഥാപാത്രം, ജോലിക്കാരി അല്ലെങ്കിൽ നേഴ്സ് അല്ലെങ്കിൽ സഹോദരി എന്നൊക്കെ പറയുന്നത് വന്ന് അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഈ ഒരു ക്യാരക്ടറുള്ള റോള്, ഞാൻ പറഞ്ഞൊരു പേരും ഒരു ക്യാരക്ടറും ഉള്ള റോളുകളിലേക്ക് വന്നിട്ട് അതാണ് സജീവമായി ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നത് ആ ഒരു കാലഘട്ടം. പക്ഷെ അതിലൊന്നും തന്നെ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് ഇല്ല. അപ്പൊ അത് സെലക്റ്റീവ് ആണോ? അല്ല, അങ്ങനെ ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെ സംഭവിച്ചല്ല. എനിക്ക് തോന്നുന്നു എന്നെ വിളിക്കുന്ന ഒരു സെലക്റ്റീവ് ആയിരിക്കും, ഞാൻ സെലക്റ്റീവ് അല്ല. പക്ഷെ ഈ നൃത്ത പരിപാടിയുടെ ഇടയിൽ കൂടെ ഒക്കെ എങ്ങനെയാണ് സിനിമയ്ക്ക്? അതിനൊക്കെ സമയം കിട്ടും ചേച്ചി. ചേച്ചി എല്ലാ കാര്യവും എങ്ങനെ നടക്കും നമ്മൾ ഓക്കെ ആണെങ്കിൽ. നമ്മൾ അതായത് സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് എന്നിലുള്ള ഞാനിപ്പോൾ നേരത്തെ കേപ്പബിലിറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ, അതിൽ ടൈം മാനേജ്മെന്റ് വളരെ കറക്റ്റാണ്. ഇതുവരെ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ ആയിട്ട് നിൽക്കുന്നോണ്ടാ ടൈം അതെ മാനേജ്മെന്റ്. അതെ അതെ. പിന്നെ വേറൊരു കാര്യത്തിൽ ഞാൻ ഡൈവേർട്ടായിട്ട് പോകുന്നില്ലല്ലോ. അതാണ്. ചെറിയൊരു ടെൻഷൻ വന്നാൽ പോലും നമ്മൾ വിചാരിക്കും ഇതൊന്നൊരു ശല്യമാണെന്ന് വിചാരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കഴിവും തലയിടാറില്ല. മറ്റ് നെഗറ്റിവിറ്റി കാര്യങ്ങളിലേക്ക് ഞാൻ തലയിടാറില്ല. അതിനുള്ള സമയവും നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ലതുണ്ടല്ലോ ചെയ്യാൻ. അത് ശരിയാണ്. അപ്പം ഈ ഒന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും വെറുതെ ഇരിക്കുകയില്ല. എന്തെങ്കിലും കാര്യം ഇനി ഒരു പണിയില്ലെങ്കിലും വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഇതെന്താ പാറുന്ത് ഇവിടുത്തെ ജോലിക്കാരത്തിയാണോ? ഞാൻ എല്ലാ പണിയും ചെയ്യുന്നു, ഗേറ്റ് കീപ്പർ മുതൽ ഇങ്ങോട്ടല്ല എല്ലാ പണിയും ചെയ്യും ഞാൻ. എന്നിട്ട് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും വല്ല ചെറിയ ബൾബ് മാറ്റിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ ബൾബൊക്കെ മാറ്റിയിടാൻ എനിക്കറിയാം, മറ്റ് ഗ്യാസ് മറ്റൊക്കെ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ചെയ്യും. അതല്ലാതെ എന്തെങ്കിലും ഇപ്പോൾ കുറച്ചുകൂടെ ഭാരിച്ച പണികളുണ്ടെന്ന് വെച്ചോ, ഞാൻ അമ്മയുടെ പറയും ഇതും കൂടെ എനിക്ക് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ അതും ചെയ്തേനെ. ഒരു ഡോറൊക്കെ മാറ്റി വെക്കേണ്ട പരിപാടികളൊക്കെ ചിലപ്പോൾ എനിക്കറിയാം, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളെപ്പോൾ വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യും. ഷോട്ടിലല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യും. അതിന് അല്ലെങ്കിൽ കൃത്യമായിട്ട് ചേച്ചി ഞാൻ പിന്നെ വിളിക്കാം, ഞാൻ കുറച്ച് തിരക്ക്, അത് കൃത്യം ആ ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് സ്വന്തമായിട്ട് തന്നെ നീ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. അത് നല്ല കാര്യമെന്ന് തോന്നുന്നു. ഒത്തിരി കമ്മ്യൂണിക്കേഷൻ, അതുകൊണ്ടാണ് ഒരുപാട് സുഹൃത്തുക്കൾ. അതെ അതെ. അല്ല, പറയാനുള്ള കാര്യം വ്യക്തമായിട്ട് പറയുകയും ചെയ്യും. 10 വർഷമായി നമ്മൾ പരിചയപ്പെട്ട ഷീ ടാക്സി 10 വർഷത്തിൽ മേളിലായി. 2004 2004 കാരണം മാടമ്പി 2008 ആയിരുന്നു. 2014 15 16 ആ ഒരു സമയത്തായിരുന്നു അന്നാണ് നമ്മള് പരിചയപ്പെടുന്നത്. പക്ഷെ അന്ന് ഷീ ടാക്സിയിലെ അതിനുശേഷം എല്ലാരും പറഞ്ഞു സുകുമാരി അമ്മ എന്ന് പറഞ്ഞു. പക്ഷെ ഉണ്ടല്ലോ, ഈ നിന്റെ പല സ്റ്റാറ്റസുകളും നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളികളൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇടാം, അതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിയാണ് സുകുമാരി അമ്മ ടച്ച് ഉണ്ട്. പിന്നെന്താ അതിന് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അധികം ഉള്ള ക്യാരക്ടേഴ്സ് അതിൽ ഒരുപാട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൃശ്യം 2 ഒക്കെ കഴിഞ്ഞ പിന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് വളരെ സീരിയസ് ആയിട്ട് ഭയങ്കര കരഞ്ഞൊക്കെ അഭിനയിച്ചപ്പോഴത്തേനും അതിനെ വിളിക്കുന്നത്. ഈ സിനിമയിൽ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലരും കോമഡി ആയിട്ട് പറയും നമ്മൾ ഒരിക്കൽ കാക്കി ഡ്രസ്സ് ഇട്ടാൽ അവനൊന്നും കാക്കിയായിരിക്കും എന്ന് പറയാം. അപ്പം അതേപോലെയാണ് ഒരു ജോലിക്കാരിയായിട്ട് ചെയ്ത് ആ ജോലിക്കാരൻ എനിക്ക് ഒരിടയ്ക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് നൈസായിട്ട് എന്തോ അവോയ്ഡ് ചെയ്ത്, പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ട് മറ്റ് ക്യാരക്ടേഴ്സ് എന്നെ തേടി വന്നു എന്നുള്ളതാണ്. ചിലർ പർപ്പസ്ഫുള്ളി അത് മാറ്റുന്നവരുണ്ട്. അപ്പം ഈ കോമഡി റോൾസ് ചെയ്യാനാണ് എനിക്ക് ഇപ്പോഴും ഇഷ്ടം.
ഒത്തിരി ഇഷ്ടമാണ് കോമഡി ചെയ്യാനായിട്ടും. പക്ഷേ അങ്ങനെ കോമഡിക്ക് ഇപ്പോൾ ആരും വിളിക്കുന്നില്ല. പിന്നെ തന്നെയല്ല, എനിക്കറിയില്ല, അങ്ങനെ കോമഡി റോൾസും ഇപ്പോൾ വളരെ കുറവല്ല. എല്ലാവരും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ചെയ്ത് എല്ലാവരും ഭയങ്കര സീരിയസ് ആയി പോയി തോന്നുന്നു. അതാണോ മൊത്തം സിനിമയിൽ അങ്ങനെ ഒരു മാറ്റമുണ്ട്? ഞാൻ കൽപ്പന ചേച്ചിയൊക്കെ പോയ കാലം അല്ലേ? കൽപ്പന ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന സിനിമ ആക്ടേഴ്സിൽ കുറച്ച് പേരാണ്. സുകുമാരി അമ്മ, ഒരു ഡൈ ഹാർട്ട് ഫാനാണ് ഞാൻ. സുകുമാരി അമ്മ, പിന്നെ കൽപ്പന ചേച്ചി, ലളിതാൻറ്റി, പിന്നെ ആണുങ്ങളിലാണെങ്കിലും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശങ്കരാടി, നെടുമുടി വേണു, അപ്പോൾ അവരൊക്കെയാണ് ശരിക്കും നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള നല്ല ഹ്യൂമർ ചെയ്യാനും. ഉർവശേഷി ഒബിയസ്ലി നമ്മൾ നായികയായിട്ട് എല്ലാ ക്യാരക്ടേഴ്സും ഒരേപോലെ ചെയ്യുന്നു എന്നുള്ളതാണ്. അവരെ പോലെ കഴിവുള്ളവരൊന്നും ഇപ്പം ഇല്ല. ഇപ്പം കഴിവുള്ളവരുണ്ട് എന്നാണെങ്കിൽ പോലും നമ്മൾ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സിനിമയ്ക്ക് അകത്ത് ഇപ്പോൾ കഴിവുള്ളവർ നിൽക്കുന്നതിനേക്കാളും പുറത്താണ് കഴിവുള്ളവർ നിൽക്കുന്നത്. അവർ കഴിവില്ല, ഇപ്പം കഴിവുണ്ടായിട്ടും അംഗീകരിക്കപ്പെട്ട് വരാത്തവരുണ്ട് ഒരുപാട് പേര്. അത് സിനിമയ്ക്ക് പുറത്താണ് ശരിക്കും കഴിവുള്ളവർ. അതായത് നമ്മൾ ഈ സ്റ്റേജിൽ നിന്നും ഒക്കെ ഈ ഒത്തിരി പെർഫോമൻസ് ആയിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സ്റ്റേജിൻ്റെ നിന്ന് തന്നെ എടുത്താൽ മതിയല്ലോ, എത്രയോ കഴിവുള്ള ആൾക്കാർ. ഈ സ്റ്റേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ എഡിറ്റിംഗ് ഇല്ല, ലൈവ് റെസ്പോൺസ് ആണ്. കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല, അത്ര തന്നെ. നമ്മളെ ഇപ്പോൾ പറഞ്ഞത് തെറ്റിപ്പോയെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് കുഴപ്പമില്ല, കട്ട് ചെയ്ത് മാറ്റാം എന്ന് പറയത്തില്ലേ, ആ പരിപാടി അവിടെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എപ്പോഴും സ്റ്റേജിൽ തന്നെയാണ്. നമുക്ക് ശരിക്കും സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും ക്യാമറയ്ക്ക് മുൻപിൽ അഭിനയിക്കുന്നവർ ശരിക്കും കുറേ പേരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം നല്ല നടന്മാരും നടിമാരുമായിട്ടുള്ളവരാണ് ഞാൻ എപ്പോഴും. ഡബിങ്ങും ഒക്കെ അതിന് ഒരുപാട് അതെ, എത്ര പേരുണ്ട് ഡബ് ചെയ്യാത്തവർ ഇപ്പോഴും. ഈ ലൈവ് റെസ്പോൺസിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ്, ഈ ലൈവായിട്ട് നല്ല റെസ്പോൺസും കിട്ടും, മോശം സ്വന്തമായിട്ട് ചില കമൽഹാസന്റെ മുമ്പിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ശരിയാ, അത് കഴിഞ്ഞ് ഈ ഡാൻസ് കഴിഞ്ഞിട്ടൊരു തുള്ളിച്ചാട്ടം. ഞാനൊരു വലിയ കമൽ സർ ഫാനാണ്. ആരാണതല്ല, ഞാൻ പറയുന്നത് അവിടെ ഇരുന്നിട്ട് ഞാനൊരു മാധ്യമപ്രവർത്തകയാണെന്നുള്ള കാര്യം മറന്ന് ഞാൻ അവിടെ ഇരുന്ന് അത്രയും ഈ ഗുണ ആ ഒരു കാലഘട്ടത്തിലുള്ള സിനിമകളൊക്കെ ഞാൻ ഒന്നുപോലും വിടാതെ കാണുന്നു. ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഇപ്പോഴും കാണും. പിന്നെ പുതിയ സിനിമകളാണ് പുതിയ കാണാത്തതും ഒക്കെ എങ്ങനെയെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അല്ലാതെ ഇപ്പോൾ പുന്നകൈ മന്നൻ, ഗുണ, ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പിന്നെ നായകൻ, എനിക്ക് ഭയങ്കര എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് സിനിമ നായകൻ സിനിമ. വീരമണ്ടി, ഉണ്ടോ ദൈവമേ, അല്ല പാട്ടൊക്കെ തന്നെ സാർ പാടിയിട്ടുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ അയ്യോ ഭയങ്കര ഇഷ്ടമായി എനിക്ക്. സാറിനെ ഒന്ന് കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണൊക്കെ അറിയാമെന്ന് നിറഞ്ഞു വരും. കാരണം ആരാധന മൂത്തിട്ടേ. അതെങ്ങനെ അത്രയും പിന്നെ അങ്ങനത്തെ ഈ ഓർമ്മയിൽ നിൽക്കുന്ന സ്റ്റേജുകൾ ഉണ്ടോ? സിനിമയൊക്കെ നമുക്ക് തിയേറ്ററിൽ വന്നു കഴിയുമ്പോഴത്തേക്കാണല്ലോ നമുക്ക് നമ്മളെ തന്നെ കണ്ടിട്ട്, പക്ഷെ മറ്റേ നമ്മളെ കാണുന്നില്ല. അന്ന് എന്നിട്ട് ഞങ്ങള് സാറിന്റെ ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇറങ്ങി ചെന്നായിരുന്നു. സാറ് എഴുന്നേറ്റ് നിന്ന് തൊളത്തൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി സാർ ഇങ്ങനെ ഞങ്ങൾ സ്റ്റേജിൽ നിൽക്കാം. സാറിന്റെ കയ്യിൽ പോകുമ്പോഴാണേലും സാറ് പറഞ്ഞു ഗുഡ് ജോബ്, സൂപ്പർ ടീം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അതൊരു വലിയൊരു അംഗീകാരമായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. പറഞ്ഞാൽ ലാലേട്ടന് ഞാൻ ഈ അടുത്ത യക്ഷി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്ഷൻ യക്ഷി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും പല കാര്യങ്ങളും നിന്നെ കുറിച്ച് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അത് ചോദ്യമായിട്ട് എനിക്ക് വരില്ല. ഞാൻ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. തരുണിന്റെ പടം ചെയ്യുമ്പോൾ ഞാൻ ലാലേട്ടനെ ഇങ്ങനെ ഇതുപോലെ ലൈവായിട്ട് ഞാൻ ഫോണിൽ കാണിച്ചു കൊടുത്തു. അതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ഓ യക്ഷിയോ സൂപ്പർ കൊള്ളാലോ എന്നിട്ട് ഫോട്ടോ നോക്കും, എന്നെ നോക്കും, എന്നെ വാ നൈസ് എന്ന് പറഞ്ഞിട്ട്. കാരണം അവർ അത്രത്തോളം എക്സൈറ്റഡ് ആയിട്ടാണ്. അല്ല ഇത് ഭയങ്കര സുന്ദരിയായിട്ടുള്ള യക്ഷിയായിരുന്നു. കാരണം മേക്കപ്പ് വെച്ചിട്ട് കൂടിപ്പോയി. കൂടുതൽ വേണമായിരുന്നു. സിജനായിരുന്നു മേക്കപ്പ് ചെയ്തത്. സിജന്റെ മേക്കപ്പ് പറയാലോ, അടിപൊളി മേക്കപ്പ്, ഫുൾ ഹെയർ ഒക്കെ വെച്ചിട്ട് നല്ല രസമായിരുന്നു. അതിന് ഡ്രസ്സിങ് അത് ചില നമ്മൾ ആ യക്ഷി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ഇപ്പൊ നമ്മളുടെ ചോര കുടിക്കുന്ന യക്ഷിയല്ല നമ്മൾ കാണിച്ചത്. നമ്മൾ കാണിച്ചത് നേച്ചറാണ്, അതായത് പ്രകൃതിയാണ്. ഞാൻ ഫ്രീഡം, ഇപ്പം ഞാൻ എൻ്റെ ഈ ഫ്രീഡത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് ഫ്രീഡം ഉള്ള എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിങ്ങനെ ആടി ഒലഞ്ഞ് നടക്കുവാണ് പ്രകൃതിയിലൂടെ. ഇവരെ ഈ പ്രകൃതി മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഞാനാണ്. പക്ഷെ മറ്റുള്ളവർ അവരുടെ കണ്ണിലൂടെ കാണുമ്പോഴാണ് ഞാൻ യക്ഷിയായിട്ട് തോന്നുന്നത്. അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റായിരുന്നു. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ വളരെ നല്ല ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പറഞ്ഞോളി എന്നെ എങ്ങനെ പിടിച്ച് തിന്നെങ്കിലും പേടിച്ചിട്ടാണ് മുഴുവൻ
തിന്നുമായിരുന്നു കുഴപ്പമില്ല, അത് ഇച്ചിരി ഇച്ചിരി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ചായ കുടിക്കുന്ന സ്വഭാവമുണ്ട്. ചായ ആണ് എൻ്റെ എനർജിയുടെ രഹസ്യം. ഇപ്പൊ യാത്രകളുടെ കൂടുതൽ വിശേഷങ്ങൾ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും നമുക്ക് കഴിച്ചിട്ട് അതെ, ഇരുന്ന് സംസാരിക്കണം. അതെ. സ്കൂളിൽ ഇപ്പൊ ഡാൻസ് സ്കൂളിൽ പിള്ളേർ ഈ നിങ്ങൾ കുറെ നിങ്ങളുടെ സ്വന്തം പ്രൊഡക്ഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്, പേക്ഷി പോലെയൊക്കെ. അതെ. അതുപോലെ ഈ കുട്ടികൾ വരുമ്പോഴത്തേക്ക് ഈ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് പൊതുവേ കുറെ കാലം മുമ്പേ ഉണ്ടായിരുന്നതാണ്, ഇപ്പോഴും ഉണ്ട് ആറ്റിറ്റ്യൂഡ്, മത്സര പരീക്ഷകൾക്ക് ജയിക്കുക. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും ഈ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരു മാറ്റം. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ഇപ്പോൾ പഠിപ്പിക്കൽ കൂടുതൽ ഇല്ല, കുറവാണ്. കാരണം ഇവന്റ്സുകളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒത്തിരി കുട്ടികൾ 4 ബാച്ചായിട്ട് ഞങ്ങൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ബഡ്ജറ്റിനനുസരിച്ച് നമ്മളെല്ലാ പ്രോഗ്രാംസ് ഇവന്റ്സുകളെല്ലാം ചെയ്യുന്നുണ്ട്. ആ കുട്ടികൾ ഇപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ ഒരു ഫാമിലി പോലെയായി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അവരെ കുറച്ചുകൂടെ മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് സ്റ്റുഡൻസ് ആയിട്ട് ഇപ്പോൾ ഇത് പഠിക്കാനായിട്ട് വരുന്നവരുണ്ടല്ലോ, ഭരതനാട്യം, ഇപ്പോൾ പാട്ട് ആണെങ്കിലും ഡാൻസ് പ്രത്യേകിച്ച്, ഇന്ന് വരുന്നവരെ നാളെ കാണത്തില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് മിക്ക ഡാൻസ് സ്കൂളുകളിലും ഇതാണ് അവസ്ഥ. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മളൊന്നും പഠിച്ച പോലത്തെ ഒരു സിസ്റ്റമോ അല്ല, അപ്പോഴത്തേക്ക് ഉള്ള പിള്ളേരുടെ ഒരു ക്യാരക്ടറും അല്ല ഇപ്പോൾ ഉള്ള കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് മാറി. അതെ. അപ്പോൾ അതെന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമായിട്ട് നിന്നപ്പോൾ തന്നെ ഈ റീൽസുകൾ ഒരുപാട് ആയതുകൊണ്ട് ഇവർക്ക് എവിടെയെങ്കിലും പെർഫോം ചെയ്ത് മറ്റുള്ളവരെ കാണിച്ചാൽ പോരെ. അപ്പോൾ തന്നെ ഇപ്പോൾ റീൽസിൻ്റെ അകത്താണെങ്കിലും ഒക്കെ ട്യൂട്ടോറിയൽ കാണിക്കുന്നുണ്ട്, ഈ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യാം അങ്ങനെ. അപ്പോൾ ഉള്ള പിള്ളേർ ഇതൊന്ന് നോക്കി പഠിക്കുന്നുണ്ട്, ഷൂട്ട് ചെയ്യുന്നു. ചിലപ്പോൾ നല്ല ക്ലിക്കായെന്ന റീലാണെന്നുണ്ടെങ്കിൽ 1 മില്യൺ 10 മില്യൺ ഒക്കെ വരെ പോകുന്ന റീൽസുകളുണ്ട്. അവരതിലങ്ങ് മതിമറന്നു. അപ്പോൾ വന്ന് കഷ്ടപ്പെട്ട് ക്ലാസ്സിൽ വന്ന് ഡാൻസ് പഠിക്കുക, അല്ലെങ്കിൽ പാട്ട് പഠിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ക്ഷമ ഇപ്പം ഇല്ല പിള്ളേർക്ക്. ക്ലാസിക്കൽ ഒരു ബേസ് പിള്ളേർക്ക് എന്തായാലും കിട്ടുന്നില്ല. ഇല്ല, ഉണ്ടാവുന്നില്ല. ഡെഡിക്കേഷനും കുറയില്ല. പിന്നെ ചേച്ചി ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പോൾ പണ്ട് ഇപ്പോൾ ഞാൻ ആദ്യം ഡാൻസ് പഠിച്ച കലാമണ്ഡലം സുഗന്ധ ടീച്ചറിൻ്റെ അടുത്താണ് ഞാൻ 3 വയസ്സിൽ ദക്ഷിണ വെച്ച് പഠിക്കുന്നത്. ഇപ്പോഴും ടീച്ചറിൻ്റെ മുമ്പിൽ നമുക്ക് നിന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പോലും നിന്ന് സംസാരിക്കാൻ ഒരു പേടിയാണ്. എൻ്റെ സാറ് ഇപ്പോൾ പ്രദീപ് സാറ്, RLV പ്രദീപ് കുമാർ സാറ് കോട്ടയത്ത്, സാറിൻ്റെ മുമ്പിൽ നമ്മളൊരു കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്നിട്ട് സാർ അതുണ്ടല്ലോ ഈ പ്രോഗ്രാമിന് പോകുമ്പോൾ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു മാളഞ്ഞ് ചുറ്റിയൊക്കെയായിരിക്കും വന്ന് കാര്യം പറയണേ. പക്ഷെ ആ ഒരു ഭയഭക്തി ബഹുമാനം ഒന്നും ഇപ്പൊ ആർക്കും കൂടിയും. ഞാൻ ഈ അടുത്ത് ശ്രീലത ആൻറ്റിയുടെ ഒരു ഇന്റർവ്യൂവിൽ ആൻറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എത്ര ചെറിയ പയ്യനായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്, പക്ഷെ നമ്മളിപ്പോഴും അവരെ സാർ ഷോട്ടിൻ്റെ സമയത്ത് സാർ ഞാൻ ഇവിടെയാണോ നിൽക്കേണ്ടത്, സാർ ഞാൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, സാർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതൊരു ബഹുമാനമാണ് അല്ലേ. എത്ര ചെറിയ പയ്യനായിരിക്കും, ഇപ്പോൾ ഇന്നലെ വന്ന ഡയറക്ടറായിരിക്കും, പക്ഷെ നമ്മൾ അവരെ പോലെ ഒരു ബഹുമാനം അതൊക്കെ വേണം. അതൊക്കെയാണ് ഒരു ഇഷ്ടം, എനിക്കും ഉള്ള ഇഷ്ടം അതാണ്. അങ്ങനെ വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിങ്ങനെ സംസാരിച്ച് ഇത്രയും സമയമാവുന്ന സമയത്ത് അക്ഷമയോടെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കുന്ന എന്ന് പറയാം ഒരാളുണ്ട്. അമ്മയല്ലേ? അമ്മയ്ക്ക് പിന്നെ ചേച്ചി പിന്നെ കൃഷ്ണയുടെ കൂടെ എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലെ. പക്ഷെ ചേച്ചി എങ്ങനെ ഈ യാത്രകൾ മാനേജ് ചെയ്യുന്നുള്ളതാണ്, നിന്റെ ഈ സ്പീഡും യാത്രയും? അമ്മയുടെ അടുത്ത് എല്ലാവരും ഒരേപോലെ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ യാത്ര ചെയ്യുന്നത് അത് ഈ പ്രായത്തിലൊക്കെ ഫുൾ ഒരു മടുപ്പില്ലാണ്ട് എല്ലായിടത്തും യാത്ര ചെയ്യില്ല, ടച്ച് വിടാതെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ്. കാരണം എനിക്ക് നല്ല കമ്പനിയാണ്. ഞാൻ എല്ലാവരുടെ പറയും വീട്ടിൽ തന്നെ ഒരു പക്ഷെ കൃഷ്ണയോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങളൊക്കെ ചേച്ചിയോട് സംസാരിക്കുന്നതാണ്. നിങ്ങൾ കൃഷ്ണയിടയ്ക്ക് ഷോട്ടിൽ പോകുമല്ലോ, പക്ഷെ ചേച്ചി എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുകയും കൃഷ്ണയെ പോലെ തന്നെ സംസാരിക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് എപ്പോഴും എല്ലാ കാര്യവും വളരെ പോസിറ്റീവായിട്ട് എടുക്കും. എല്ലാ കാര്യത്തിലും ഒരു ചെറിയൊരു നർമ്മം കണ്ടുപിടിക്കും. അത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്നിട്ട് സംഭവിക്കാത്ത കാര്യങ്ങൾ പോലും ഇങ്ങനെ സംഭവിച്ചില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അതിനെ ഓർത്തിച്ചിരിക്കുക, ഇതൊക്കെയാണ് മെയിൻ പരിപാടി. അപ്പൊ ഞാൻ എല്ലാവരോടും പറയും, വീട്ടിൽ സ്വന്തമായിട്ട് എന്റർടൈനർ ഉള്ളപ്പോൾ പിന്നെ ഞാൻ വേറെ പുറത്തൊരു എന്റർടൈനറെ തപ്പി പോകേണ്ട കാര്യമില്ലല്ലോ. അമ്മ എന്താ വെച്ചാൽ പിന്നെ യാത്ര ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് ഫുഡ് വളരെ കുറവാണ് കഴിക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ എൻ്റെ ഒരു ശരീരപ്രകൃതിയുടെ ആട്ടോ പറഞ്ഞത്, കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല മൈലേജാണ് നമുക്ക്. കാരണം ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പൊ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസത്തേക്ക് എഴുന്നേക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ബിരിയാണി കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല ബിരിയാണി. അപ്പം വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ കുറച്ച് എനർജറ്റിക് ആണെന്ന് അതാണ്. അമ്മ പ്യുവർ വെജാണ്. അമ്മ ഇതുവരെ നോൺ വെജ് കഴിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ചെറിയ ഡയബറ്റിക് ഉണ്ട്, അപ്പോൾ അത് കാരണം അമ്മ അങ്ങനെ ചോറ് കഴിക്കത്തില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇങ്ങനെ ഈ ചോറൊക്കെ കഴിക്കാതിരിക്കുന്നു. പക്ഷെ അമ്മയ്ക്കത് ശീലമായി. അമ്മ കാണിക്കുന്നതുകൊണ്ട് ഞാനും അങ്ങ് ശീലമായി എനിക്കും.
അമ്മ നോക്കുന്ന രീതികൾ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ ഒത്തിരി അങ്ങനെ വാരി വലിച്ച് കഴിക്കുകയൊന്നുമില്ല. വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും അമ്മ കഴിക്കുന്നുണ്ടോ നമ്മൾ ചോദിക്കും, അയ്യോ ഇതിങ്ങനെ എങ്ങനെയാണ് കഴിക്കുന്നത് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതുകൊണ്ട് എന്താ, യാത്ര ചെയ്യുമ്പോഴാണേലും ഒരു വയറിന് പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ക്ഷീണമോ ഒന്നുമില്ല. അപ്പോൾ ടച്ച് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് എനിക്കാണെങ്കിൽ വളരെ കാലം കൂടി ഒരു സുഹൃത്തിനെ വളരെ കാലം കൂടിയല്ലോ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടിരുന്നല്ലോ വീട്ടിൽ. പക്ഷെ എന്നാലും ചില എപ്പോഴും നമുക്ക് സംസാരിക്കാൻ ഇങ്ങനെ കാര്യങ്ങൾ കുറേ ബാക്കി ഉണ്ടാവും എന്നുള്ളതാണ്. അത് നമുക്ക് എന്താ പറയാ, ക്യാമറ മാറി കഴിയുമ്പോൾ സംസാരിക്കാൻ വേറെ കുറെ കാര്യങ്ങൾ കൂടി ഉണ്ടാവും. പക്ഷെ എങ്കിലും ഇങ്ങനെയൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് കൺകൂടി ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലീശ ചോദ്യം ചോദിക്കാതിരിക്കാൻ പറ്റില്ല. വരുന്ന പ്രോജക്റ്റുകൾ? അതെ വരുന്ന പ്രോജക്റ്റുകൾ ഒന്ന് തരുണിൻ്റെ പടം, തരുൺമൂർത്തി ഡയറക്റ്റ് ചെയ്യുന്ന ലാലേട്ടൻ ശോഭന മാം പടം. അതിൽ ഞാനൊരു ചെറിയ ക്യാരക്ടറുള്ളൂ. പക്ഷെ ഞാൻ അതിനകത്ത് ഏറ്റവും വലിയൊരു എക്സൈറ്റഡ് ആയിട്ട് കണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് ഇവർ രണ്ടുപേരും 15 വർഷത്തിന് ശേഷം സിനിമയിൽ അഭിനയിക്കുകയാണ്. പിന്നെ ശോഭന മാമിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഷോട്ടിലാണെങ്കിലും നിൽക്കാൻ പറ്റിയ അതൊരു വലിയൊരു ഭാഗ്യമല്ലേ. അപ്പോൾ സിനിമ ഇപ്പോൾ അതാണ് വരുന്നത്. പിന്നെ കളിവീട് സീരിയൽ അങ്ങനെ 1000 എപ്പിസോഡ് തികച്ചു. 1050 എപ്പിസോഡിലേക്ക് പോകുന്നു. അല്ലെ മധുമിതയെ പറ്റിയിട്ട് എല്ലാവരും പറയും. അപ്പോൾ അതൊക്കെയാണ് പുതിയ പ്രോജക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ അഭിനയിക്കുന്ന സിനിമ മാത്രമല്ല വരിക എന്നുള്ളതാണ് അതിന്റെ. ഡാൻസ് സ്കൂളിന് പുതിയ പ്രോജക്റ്റ്, പുതിയ പാട്ടുകൾ, അതും പുതിയ പ്രോജക്റ്റ് ആയിട്ട്. ചേച്ചി സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ ഇപ്പം ഈ ഡാൻസും പാട്ടിൻ്റെയും കൂടെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുക. ഇപ്പം നമ്മൾ ആദ്യം ഓരോ ക്യാരക്ടേഴ്സ് ചെയ്തു വെച്ചിട്ട് അതുവഴിയായിരിക്കും ആൾക്കാർ കൂടുതൽ, ചിലവർ നമ്മളെ വിലയിരുത്തുന്നത് അതേപോലെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഡാൻസ് പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ നമ്മൾ ലൈവായിട്ടൊക്കെ ഓരോരുത്തർ ചെല്ലുമല്ലോ, അപ്പോൾ ആൾക്കാരുടെ ധാരണ ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ദൃശ്യത്തിലെ ആളാണെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ ജെസ്സി ആണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ധാരണ. അത് ഒരു തരത്തിൽ ക്യാരക്ടറിൻ്റെ ഒരു വിജയമാണ്, നല്ല കാര്യമാണ്. പക്ഷെ ചില ആൾക്കാർ നമ്മൾ ചെല്ലുമ്പോൾ ജെസ്സിയാണ് ചെന്നേക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോഴത്തേനും ഒരാളെന്നെ ഇങ്ങനെ കണ്ടിട്ട് ഇപ്പോൾ നന്നായിട്ടുണ്ടല്ലോ, ആ മേക്ക് ഓവർ മനസ്സിലാവുന്നില്ല. അല്ല അപ്പം ഞാൻ ചേച്ചിപ്പോൾ പറഞ്ഞില്ലേ പുതിയ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഡാൻസ് പാട്ട് എല്ലാം വരുമല്ലോ. അപ്പം ഇവരെപ്പോഴും കാണുന്നത് ഒന്നില്ലെങ്കിൽ ആ ജെസ്സി ആയിട്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെയെങ്കിൽ കൃഷ്ണപ്രഭ ഈ കൃഷ്ണപ്രഭ ആവുന്നതിന് മുൻപ് ഒരുപാട് വീടുകളിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്. അങ്ങനെ വിചാരിക്കും, അങ്ങനെയാണ്. അത് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചില ആൾക്കാർ എനിക്ക് തോന്നുന്നു അവരുടെ മനസ്സിൽ ആഴത്തിൽ ആ ക്യാരക്ടർ കൊണ്ടിട്ടുള്ളത് കൊണ്ടാണോ എന്തോ. പക്ഷെ മിക്കവരെയും അവരങ്ങനെ. അതുപോലെ ഇപ്പൊ ആശേച്ചി ഡാൻസ് പ്രോഗ്രാം നടത്തുമ്പോൾ പോലീസുകാരൊക്കെ ഡാൻസ് കളിക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഉള്ളൊരു അതായത് സന്തോഷ് കിരാട്ടിനെ കാണുമ്പോൾ എല്ലാവരും പേടിക്കണം. അതായത് ചേച്ചി ശരിക്കും നല്ല ഒന്നാന്തരം നർത്തകിയായിരുന്നു. ആ ദൃശ്യത്തിലെ ക്യാരക്ടർ പോലീസിന്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. പക്ഷെ പലരും വിചാരിക്കുന്നത് ഇവര് ഒരു പോലീസുകാരത്തിൽ ഡാൻസ് കളിക്കുന്നു അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ അടുത്ത് അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുന്നത്, ബ്ലാക്ക് മേക്കപ്പും എല്ലാം ആയിട്ടില്ല, അങ്ങനെയാണോ. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഈ കാണുന്നത് ഒറിജിനൽ കൃഷ്ണപ്രഭ. മറ്റേതൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ സുധയോ അല്ലെങ്കിൽ ജെസ്സിയോ അങ്ങനത്തെ ഒക്കെ ഇതാകും. പക്ഷെ ആൾക്കാർ ഇപ്പോൾ ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ ചോദിക്കും ഇതൊക്കെ എപ്പോൾ പഠിച്ചു? 3 വയസ്സിൽ തുടങ്ങിയതാണ് ചേട്ടാ. അത് ഭയങ്കര കോമഡിയാ. അഭിനയിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് ഇപ്പോഴും. അതെ, ഒത്തിരി ഇഷ്ടമാണ്. അത് ഹ്യൂമർ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ എന്തോ ഹ്യൂമർ ക്യാരക്ടേഴ്സ് ഒന്നും ഇപ്പം അങ്ങനെ നല്ല വരാൻ വേണ്ടി ഞാൻ കുറവാണല്ലോ. സിനിമയിൽ തന്നെ അങ്ങനെ ഫീമെയിൽ ക്യാരക്ടേഴ്സേ ഇല്ല, പിന്നെയാണ് ഹ്യൂമർ ക്യാരക്ടേഴ്സ്. അച്ഛനുമില്ല, അമ്മയില്ല, ചേച്ചിയില്ല, അനിയത്തിയില്ല, അപ്പോഴതിൻ്റെ ഹ്യൂമർ ക്യാരക്ടർ വയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെയാ. അതൊക്കെ കുറച്ച് മാറ്റം വന്നാൽ കൊള്ളാം. എന്തെങ്കിലും ഒരു സിനിമയിൽ ഒരു കുടുംബം വന്നിരുന്നുവെങ്കിൽ കുടുംബത്തിന്റെ ഭാഗമാകാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളിങ്ങനെ സംസാരിച്ച് തുടങ്ങിയാൽ നമ്മൾ നിർത്താറില്ലല്ലോ സാധാരണ. ആ പാട്ടൊന്ന് പാടി നമുക്ക് ഞങ്ങൾ അവസാനിപ്പിക്കാം. പൊന്നിൻ തിരുവോണം കളമെഴുതും നിറവാനം, മനസ്സിൽ പൂവിളിയായി സുഖമണിയും